Good morning. Today going to talk about procedure for conducting stopwatch time study. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 13th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡി. അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ്, സെലക്ഷൻ ഓഫ് ദ ജോബ്. ദ സ്റ്റഡി ഓൾവേസ് ഡൺ ആഫ്റ്റർ മെത്തേഡ് സ്റ്റഡി. ദ ജോബ് ഈസ് സെലക്റ്റഡ് ഫോർ ടൈം സ്റ്റഡി. ഫസ്റ്റ് മെത്തേഡ് സ്റ്റഡി കഴിഞ്ഞിട്ടാണ് ടൈം സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് പുതിയൊരു ജോബാണ്. ഈ ജോബ് സെലക്റ്റഡ് ഫോർ ദ ടൈം സ്റ്റഡി. ന്യൂ ജോബായിരിക്കും, ന്യൂ കമ്പോണൻസ് ആയിരിക്കും. അത് നെക്സ്റ്റ് ന്യൂ ടൈം സ്റ്റാർട്ടഡ് റിക്വയർഡ്. എത്ര സമയം വേണമെന്നുള്ളത് അറിയാനാണ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എക്സിസ്റ്റിംഗ് ടൈം സ്റ്റാൻഡേർഡ്. കറക്റ്റായിട്ടുള്ള ടൈം സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ചെയ്യുന്നു. ദെൻ 2 മെത്തേഡ്സ് ആർ ടു ബി കമ്പയർ ചെയ്യണം. റെക്കോർഡിൽ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് നെയിം, നമ്പർ, കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. മെഷീന്, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ, അബൌട്ട് ദ ഓപ്പറേറ്റർ. ഇനി ബ്രേക്ക് ഡൗൺ ഓപ്പറേഷൻ ടു ദ എലമെൻറ്റ്സ്. ഈച്ച് ഓപ്പറേഷൻ ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈസി ഓപ്പറേഷൻ ഇത് ഓരോന്ന് മെഷർ ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി ഓരോ എലമെൻറ്റും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിന് എടുക്കുന്ന ടൈം നമ്മൾ അസസ് ചെയ്യാനായിട്ട് പറ്റും. ദ എലമെൻറ്റ് ഗ്രൂപ്പ്ഡ് കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്, വേരിയബിൾ എലമെൻറ്റ്, ഒക്കേഷണൽ എലമെൻറ്റ്, മാൻ എലമെൻറ്റ്, മെഷീൻ. ഇനി ആ എലമെൻറ്റുകളെ നമ്മൾ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് കോൺസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, വേരിയബിളായിട്ട് മാറ്റങ്ങൾ വരുത്തി ചെയ്യേണ്ടത്, ഒക്കേഷണലായിട്ട് ചില സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ടത്, മാൻ എലമെൻറ്റ്, മെഷീൻ എലമെൻറ്റ്. എത്രമാത്രം ഹ്യൂമൻ എലമെൻറ്റ് അതിൽ ഉപയോഗിക്കുന്നുണ്ട്, മെഷീൻ എലമെൻറ്റ്. എക്സാമിൻ ഈച്ച് എലമെൻറ്റ്. ഓരോ എലമെൻറ്റിനെയും ഇഫക്റ്റീവും വേസ്റ്റബിളായിട്ട് നമ്മൾ അസസ് ചെയ്യും. മെഷറിങ് ദ യൂസിങ് സ്റ്റോപ്പ് വാച്ച്. ടൈം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആയിട്ട് ടൈം വാച്ച് വെച്ചിട്ട് ചെയ്യും. പിന്നെ ആക്സസിങ് റേറ്റിംഗ് ഫാക്ടർ. ഇനി സ്പീഡ് ഓഫ് വർക്ക്. ഇനി ഓരോരുത്തരുടെയും സ്പീഡ് ഓഫ് വർക്ക് നമ്മൾ മെഷർ ചെയ്യാണ്. അതിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് എടുക്കുക 100 ആണ്. ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഒരാൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 100 ആയിട്ട് എടുക്കും ബേസ് ആയിട്ട്. ഇനി അതിൻ്റെ ഇപ്പോൾ ഒരാൾ കുറച്ച് സമയം കൊണ്ട് 90 ആണ് ചെയ്യുന്നത്, റേറ്റ് 90 ആണെങ്കിൽ അത് ബിലോ സ്റ്റാൻഡേർഡാണ്. 120 ചെയ്ത് കഴിഞ്ഞാൽ അത് എബോവ് സ്റ്റാൻഡേർഡാണ്. കാൽക്കുലേറ്റ് ദ ബേസ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ബേസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു ഓപ്പറേറ്റേഴ്സ് റേറ്റിംഗ് ബൈ സ്റ്റാൻഡേർഡ് റേറ്റ്. ഒബ്സർവ്ഡ് ടൈം എത്രയാണോ അത് ഇൻറ്റു ഓപ്പറേറ്റേഴ്സ് റേറ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റിംഗ്. ഇപ്പോൾ അസ്യൂം ചെയ്യുകയാണ് നമ്മൾ 7 മിനിറ്റാണ് അതിൻ്റെ ഓപ്പറേഷൻ ടൈം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ടൈം. റേറ്റിംഗ് ഓപ്പറേറ്റർ 120, ബേസ് ടൈം. അപ്പോൾ ഇങ്ങനെയാണ് ബേസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് ടൈം എന്ന് പറഞ്ഞാൽ 0.7 ആണ് മിനിറ്റ്. 0.7 മിനിറ്റാണ് അതിൻ്റെ ബേസ് ടൈം. ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു ഓപ്പറേറ്ററുടെ ടൈം എന്ന് പറയുന്നത് 120 ആണ്. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് എപ്പോഴും 100 ആണ് എടുക്കുക. അതാണ് ബേസ് ടൈം. അതിൽ നിന്ന് കിട്ടുന്നതാണ് ബേസ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിറ്റർമിനിങ് അലവൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത്, അതായത് ഒരു വർക്കിനുള്ള ടൈം നമ്മൾ അലോട്ട് ചെയ്യുകയാണ്, എത്ര ടൈം അലോട്ട് ചെയ്യണമെന്ന്. ഇനി ഡിറ്റർമിൻ ദ അലവൻസ്. കനോട്ട് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ടോയ്ലറ്റിൽ പോവുക, വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കാണ്. അതിനെയൊക്കെ നമ്മൾ പറയുക അലവൻസസ് എന്നാണ് പറയുക. കോമ്പൈൽ ദ സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ ബേസിക് ടൈമും അലവൻസസും കൂടിയതാണ് സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കൺസിഡർ ചെയ്യുക. അലവൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വർക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ വരുന്ന അലവൻസ് പേഴ്സണൽ ഫാക്ടേഴ്സ്, ഗോയിങ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, അതൊക്കെയാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ വർക്ക്, ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ഹാർഡ് വർക്ക്. ഒരു ഹാർഡ് വർക്കിന് ശേഷം നമുക്ക് കൊടുക്കേണ്ട കുറച്ച് സമയം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതർ ഫാക്ടേഴ്സ്, ടൂൾ ബ്രേക്കേജ്, ലിസണിങ് സൂപ്പർവൈസർ പറയുന്നത് കേൾക്കാനായി, ടൂൾ സെറ്റപ്പ്, ഇൻസ്പെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ടൂൾ സെറ്റ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ എടുക്കുന്ന സമയം അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ടൈം നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. റെസ്റ്റ് ആൻഡ് പേഴ്സണൽ അലവൻസ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പേഴ്സണൽ അലവൻസ് കൊടുക്കും. പ്രോസസ് അലവൻസ് ആണ് വെയിറ്റിംഗ് ഫോർ വർക്ക്, പിന്നെ ഈ സൂപ്പർവൈസറുടെ ഇൻസ്ട്രക്ഷൻസ്, മെഷീൻ ഓപ്പറേഷൻസ്, അതൊക്കെ. കണ്ടിജൻസി അലവൻസ് ഇൻസ്പെക്ടർ, സൂപ്പർവൈസർ, അവരൊക്കെ വെയിറ്റ് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക, സ്പെഷ്യൽ ബോസിനെ കാണുക, അതൊക്കെയാണ്. ഇനി സ്പെഷ്യൽ അലവൻസ്, അത് കൂടാതെ നമ്മൾ സ്പെഷ്യൽ അലവൻസ് വരുന്ന ടൂൾ റീസെറ്റിങ്, ക്ലീനിങ്, ടൂൾ മെയിൻ്റനൻസ്, ഷട്ട് ഡൗൺ. പിന്നെ വരുന്നതാണ് പോളിസി അലവൻസ്. പോളിസി അലവൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്ന പോളിസി അലവൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം, അതായത് നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമുകളൊക്കെ നമ്മൾ അലോട്ട് ചെയ്തിട്ട് വേണം ഒരു സ്റ്റാൻഡേർഡ് ടൈം, നമ്മൾ ഒരു വർക്കറുടെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.